ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് നെറ്റിക്കൊക്കെ സിബ് വെച്ചെടുക്കാം നോക്കട്ടോ. അപ്പോൾ ഈ തയ്യൽ പഠിച്ചു വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സിബ് വെച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ സിബിൻ്റെ അവിടെ അത്ര വൃത്തിയായിട്ട് കിട്ടൂല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് നല്ല വൃത്തിക്ക് സിബ് വെച്ചെടുക്കാം നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സിബ് വെച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് സിബ് വെച്ചെടുത്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയിലും ഭംഗിയിലും തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സിബുകളൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് പലതരം സിബുകളും നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇൻവിസിബിൾ സിബായിട്ടും സാധാരണ സിബായിട്ടും അതുപോലെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ വെച്ചാൽ ആ ഒരു ലെങ്ത്തിനനുസരിച്ചുള്ള സിബൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ചുരിദാറിന്, ഫ്രോക്കിന്, നൈറ്റിക്ക് എല്ലാ ഇതിനും വെച്ചെടുക്കാൻ പറ്റിയ സിബുകളൊക്കെ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ സിബ് ആവശ്യമുള്ളവർ ഇതുപോലെ എല്ലാ ടൗണിലും ഉണ്ടാവും ബട്ടൺ ഹൗസ് കേട്ടോ. അപ്പോൾ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങുക. പിന്നെ എന്നോട് ഒരുപാട് പേര് കമൻറ്റിലായിട്ട് ചോദിച്ചിരുന്നു, നമ്മൾ റെഡിമെയ്ഡ് നെക്ക് ഉണ്ടല്ലോ, നൈറ്റിക്കൊക്കെ വെക്കണ റെഡിമെയ്ഡ് നെക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക? അത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏത് തരം നമ്മൾ തയ്യൽപരമായിട്ടുള്ള എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ബട്ടൺ ഹൗസിൽ ചെന്നാൽ കിട്ടും കേട്ടോ. സിബും ചോക്കയും കത്രികയും പിന്നെ ലേസും അതുപോലെ തന്നെ പൈപ്പിങ്ങും മുത്തുകളും പശകളും എല്ലാ സാധനങ്ങളും നമ്മൾ തയ്യൽപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ബട്ടൺ ഹൗസിൽ നിന്നും ചെന്നാൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒരു സിബ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഞാൻ കാണിച്ചു തരുന്നത് പോലെ തന്നെ സിബ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സിബ് വെച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു സിബ് എന്ന് പറയുന്നത് ഇത് ഇൻവിസിബിൾ സിബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈൻ മാത്രമേ കാണുള്ളൂ. നമുക്ക് ഇവിടെ ക്ലോസ് ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുക. ചീത്ത വശം ദാ ഇതുപോലെ റണ്ണറായിട്ട് ദാ ഈ ഒരു ഭാഗം ഇതുപോലെ ആയിരിക്കും ചീത്ത വശം. നല്ല വശം ദാ ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻവിസിബിൾ സിബ്. ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻവിസിബിൾ സിബ് വരിക. പിന്നെ നമുക്ക് സാധാരണ സിബാണ്, ഇതും ഇൻവിസിബിൾ സിബാണ്, കണ്ടില്ലേ? ഇത് ഞാൻ ഫ്രോക്കിനും ചുരിദാറിനൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതാ ഇതും ഇൻവിസിബിൾ സിബ്, കണ്ടില്ലേ? നല്ല വശം ഇങ്ങനെ, ചീത്ത വശം ഇങ്ങനെ. ഇനി അതുപോലെ തന്നെ ഇത് നമുക്ക് ഇത് പിന്നെ സാധാരണ സിബാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതാ റണ്ണർ ഇതാ ഇങ്ങനെ പുറമൊക്കെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാ ചീത്ത വശം ഇതുപോലെ ആയിരിക്കും, കണ്ടില്ലേ? ഇത് സാധാരണ സിബാണ്. അപ്പോൾ ഇതൊരു 15 ഇഞ്ചിലോളം ലെങ്ത്ത് വരുന്ന സിബുകളാണ്. പിന്നെ നമുക്ക് കുഞ്ഞ് സിബുകളാണ് ഉള്ളത്. അപ്പോൾ ഈ കുഞ്ഞ് സിബ്, ഇതും കുഞ്ഞ് സിബിലും ഇൻവിസിബിൾ സിബും സാധാരണ സിബും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊക്കെ നൈറ്റിക്കൊക്കെ വെച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു ഫ്രോക്ക്, കുട്ടികളെ 1 വയസ്സ് 2 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്കൊക്കെ കുഞ്ഞു ഫ്രോക്കിനൊക്കെ ചെറിയ സിബ് മതിയാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ ഇൻവിസിബിൾ സിബ്, അതുപോലെ തന്നെ ഈ ഇൻവിസിബിൾ സിബ് നൈറ്റിക്കും വെച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ സാധാരണ സിബാണ്. അപ്പോൾ ഞാൻ നൈറ്റി അധികം നമ്മൾ കൂടുതൽ തയ്ക്കാനുണ്ടാകുമ്പോൾ ഞാൻ അധികം ബ്ലാക്ക് സിബാണ് കേട്ടോ വാങ്ങിച്ച് വെക്കാറുള്ളത്. ബ്ലാക്ക് ആകുമ്പോൾ എല്ലാ കളറിനും ഏകദേശം നമുക്ക് നൈറ്റിക്കൊക്കെ വെച്ചെടുക്കാൻ പറ്റും. പിന്നെ അല്ലാത്ത കളറുകളൊക്കെ ഞാൻ നമുക്ക് മെറ്റീരിയലിനനുസരിച്ചുള്ള കളർ മാച്ച് ചെയ്ത സിബ് ഞാൻ വാങ്ങാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല സിബ് ഇപ്പോൾ ഇതാണ്, കുറേ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അധികം കൊണ്ടു വെക്കാറുള്ളത് ബ്ലാക്ക് സിബാണ്. പിന്നെ വൈറ്റ് അധികം കൊടുന്ന് വെക്കാറൊന്നുമില്ല കേട്ടോ. ഒരു 4 5 കൊടുന്ന് വെക്കും. വൈറ്റ് ചിലപ്പോഴേ വെക്കാൻ ഉണ്ടാകാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സി തുണിയാകുമ്പോൾ എല്ലാ തുണിക്കും മാച്ച് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ബ്ലാക്ക് കൊടുന്ന് വെച്ചാൽ മതി. നൈറ്റി മാത്രം തയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് സിബ് കുറച്ച് അധികം കൊടുന്ന് വെക്കുക. എന്നാൽ പിന്നെ എപ്പോഴും പോയിട്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ സിബ് ഇത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സിബ് വെച്ചെടുക്കണമെന്ന് നോക്കാം.
അപ്പോൾ ഞാനിന്ന് സിബ് വെച്ചെടുക്കുന്നത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, സിബിൻ്റെ ലെങ്ത്തിലേറെ 1 ഇഞ്ച് ഏറെ കൂട്ടിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ വീതി നമുക്ക് 2 ഇഞ്ച് വീതിയിലും വീതിയിലുള്ള ക്യാൻവാസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ സിബ് എത്രയാണോ നമുക്ക് അളവ് കാര്യങ്ങൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിബ് ഒന്ന് ആദ്യമേ വെച്ച് കൊടുക്കുക. ക്യാൻവാസിൽ വെച്ചെടുത്തിട്ട് സിബിലേറെ കുറച്ച് ലെങ്ത്തിൽ വേണം നമുക്ക് ക്യാൻവാസ് എടുക്കാൻ. അപ്പോൾ നമ്മൾ സിബിൻ്റെ വീതി ഇതാ 1 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ വേണം നമുക്ക് ക്യാൻവാസ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നെക്കൊക്കെ തയ്ക്കണ ക്യാൻവാസാണ് കേട്ടോ, കനം കുറഞ്ഞ ക്യാൻവാസാണ്. കനം കുറഞ്ഞ ക്യാൻവാസ് മതി നമുക്ക് സിബ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിബിലേറെ നമുക്ക് ലെങ്ത്ത് 1 ഇഞ്ച് കൂടുതലുള്ളത് കൂടുതലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 7 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സിബിന്. 6 ഇഞ്ച് 7 ഇഞ്ച് ലെങ്ത്താണ് വരിക. അപ്പോൾ ഒരു 8 ഇഞ്ചിൽ ലെങ്ത്ത് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ വീതി 2 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഇതാ 2 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ലെങ്ത്തും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ക്യാൻവാസ് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി വന്ന സൈഡിൽ നിന്നും വെട്ട് കഷ്ണം ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ഒരു കഷ്ണം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ഇതിന്മേൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ മുകളിൽ 1 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് സൈഡിൽ നമുക്ക് മടക്കി തയ്ക്കാൻ തയ്യൽ തുമ്പും കൂടി കണ്ടിട്ട് വേണം നമ്മൾ ഈ ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ മുകളിൽ നമുക്ക് 1 ഇഞ്ച് വേണം, താഴത്തും ചുറ്റുഭാഗം മടക്കി തയ്ക്കാനും കണ്ടിട്ടുള്ള ഭാഗം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക. അപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പശയുള്ള ഭാഗം വേണം കേട്ടോ അടിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്യാൻ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ ആദ്യം തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് തയ്ച്ചിട്ട് വേണം നമ്മൾ സിബ് അതിന്മേൽ പിടിപ്പിച്ചെടുക്കാൻ. മുകൾ ഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് സിബ് എങ്ങനെയാണ് വെച്ചെടുക്കണമെന്നുള്ളൊരു ഇതേപോലെ നമ്മൾ ഇതിൻ്റെ 3 വശം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കും. അപ്പോൾ സിബ് വെച്ചെടുക്കാൻ ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇത് മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസകരം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഇതുപോലെ ക്യാൻവാസ് തമ്മിൽ കറക്റ്റ് ഒരുപോലെ വെച്ചെടുക്കുക. ഒരുപോലെ വെച്ചെടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ മടക്കി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്റർ സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലൊന്ന് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടും. ഇതേപോലെ കറക്റ്റ് സെൻറ്റർ കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് അപ്പുറം ആയിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1/4 ഇഞ്ച് വീതം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് ഇങ്ങോട്ടും 1/4 ഇഞ്ച് അങ്ങോട്ടും ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് തുടക്കക്കാർക്കാണ് കേട്ടോ, അല്ലാത്തവർക്ക് ഈ ക്യാൻവാസ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാൻവാസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിലും ഭംഗിയിലും ഇത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ സ്കെയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ മാർജിന് നല്ല ലെവലിലായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തു. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കും 1/4 ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇത് നമ്മൾ ഈ കറക്റ്റ് സിബ് ഉണ്ടല്ലോ, ഈ സിബിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റീലിൻ്റെ കുറച്ച് അല്പം മുകളിലായിട്ട് വേണം നമ്മൾ ഓപ്പൺ വരാൻ. അപ്പോൾ ആ ഓപ്പൺ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു കോണ് പോലെ വരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വേണം നമ്മൾ വരച്ച് എടുക്കാൻ. അപ്പോൾ ഞാനിനി ഇത് വരച്ചെടുത്തിട്ട് ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചുറ്റുഭാഗം തയ്ച്ചാൽ നിങ്ങൾക്കിത് വരച്ചെടുക്കണത് കാണാൻ കുറച്ച് പ്രയാസകരം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതുപോലെ വരച്ചെടുത്തത്. കണ്ടില്ലേ, നമുക്ക് സിബിൻ്റെ കുറച്ച് അടിക്കാക്കിയിട്ട് ക്യാൻവാസ് നിൽക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 മടക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് തേരുഭാഗം അല്ലാത്തതുകൊണ്ട് പിന്നി പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. ഈ ക്യാൻവാസിൽ വെച്ചിട്ട് തന്നെ
നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെ താഴെ ഭാഗം ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കുക. ഈ ഭാഗം നമുക്ക് തേര് ഭാഗമായതുകൊണ്ട് ഒരൊറ്റ മടക്ക് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ 3 ഭാഗവും നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്തു. അപ്പോൾ നെക്ക് ഞാൻ ആദ്യം തയ്ച്ച് ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് തയ്ച്ച് മടക്കി തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ നെക്ക് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം സിബ്ബ് ഇതിന്മേൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നൈറ്റിയുടെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് അവിടെ കറക്റ്റാക്കി കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൈക്കൂടെ ഈ ഒരു ഭാഗം കറക്റ്റാക്കി കൊടുക്കുക. ചെസ്റ്റ് കറക്റ്റാക്കി കൊടുക്കുക. നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ ഒന്ന് കാണാൻ കഴിയും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. തുമ്പ് 1 ഇഞ്ച് വിട്ടുകണല്ലോ, ആ 1 ഇഞ്ച് വിട്ടത് മുകളിലാക്കിയിട്ട് നെക്കിൻ്റെ ഒപ്പമായിരിക്കണം നമ്മളെ ക്യാൻവാസ് മുകളിൽ. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററും സെൻറ്ററിലുള്ള മാർജിനും നമ്മൾ താഴെ നൈറ്റിയുടെ കറക്റ്റ് സെൻറ്ററും തമ്മിൽ ഒരേ ലെവലിൽ ആകത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു മുട്ട് സൂചിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. കാരണം ഈ മുട്ട് സൂചി ഒന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തയ്ച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ തയ്ച്ചിട്ട് നിങ്ങൾക്ക് വൃത്തിയാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ 1 ഇഞ്ച് നമ്മൾ ഏറെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാൻവാസ് നമ്മളെ നെക്കിൻ്റെ ഒപ്പമായിരിക്കണം, അധികം മുകളിലേക്ക് വരും ചെയ്യരുത്. അപ്പോൾ അവിടെ നമുക്ക് വൃത്തികേടായിട്ട് പൊന്തി കിടക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ 1 ഇഞ്ച് ഏറിട്ടല്ലോ, ആ 1 ഇഞ്ച് ഏറിട്ടത് നമ്മൾ ആ ചീത്ത വശത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ 2 സൈഡിലായിട്ട് 1/4 ഇഞ്ച് വീതം മാർജിൻ വരച്ചിരുന്നല്ലോ, ആ മാർജിനിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടതിന് ശേഷം നമ്മൾ നെറ്റിയുടെ തുണിയൊക്കെ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ മുട്ട് സൂചി ഊരിയെടുക്കുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി ആണ് തോന്നുന്നത്. അപ്പോൾ ഞാനത് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട് സൂചി ഒന്നും ഊരണ്ട. അതിൻ്റെ അപ്പുറം ഇതേപോലെ തയ്ച്ച് പോരട്ടോ. നിങ്ങൾക്ക് ലെവൽ ചെയ്ത് തയ്ക്കാൻ പ്രയാസമുള്ളവർ മുട്ട് സൂചി ഒന്നും ഊരിയെടുക്കരുത്. ഇതേപോലെ തയ്ച്ചിട്ട് നമ്മളിവിടെ ചതുരാക്കിയിട്ടാണല്ലോ നമ്മൾ എത്രയാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിരുന്നല്ലോ നമ്മുടെ സിബിൻ്റെ ആ ലെങ്ത്തിലൂടെ ഇതേപോലെ തയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങേ ഭാഗത്തിലെ 1/4 ഇഞ്ചിലൂടെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടതാണ്. എന്നിട്ട് ഇനി നമ്മൾ നേരെ 1/4 ഇഞ്ചിലൂടെ മുകളിലേക്ക് ഇതേപോലെ തന്നെ തയ്ക്കുക. പിന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗം മടക്കി വെക്കണ ഭാഗം പൊന്തി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒന്നും കൂടി ആ തുമ്പൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് പിടിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ തുമ്പൊന്ന് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കെട്ടിട്ട് നിർത്തി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇത്രയുള്ള നമ്മൾ ചതുരാക്കിയിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നോക്കുക. ഇപ്പോൾ ഞാൻ വരച്ചെടുത്തതിനേറെ കുറച്ച് അല്പം താഴത്തേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ല, ആ മാർക്കിങ്ങിലൂടെ ഈ കോൺ ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കോണിൽ നിന്നും നമ്മൾ ഈ ഒരു മൂലയിലേക്ക് ചതുരാക്കിയിട്ടാണല്ലോ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട്, അപ്പോൾ ഈ മൂലയിലേക്കും അതേപോലെ തന്നെ അങ്ങേ മൂലയിലേക്കും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളരുത്, കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഈ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കുമ്പോൾ അതാ ഈ ഒരു തുമ്പ് വശം ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ഒരു പതിച്ച് തയ്ച്ചു കൊടുക്കണ ഇതിന്മേൽ തന്നെ വരണം കേട്ടോ. താഴത്തെ നമ്മൾ ഈ തുമ്പ് വശവും എല്ലാതും ഇതിന്മേൽ വെച്ചിട്ട് വേണം പതിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് നമ്മൾ മടക്കിയല്ലോ, അത് കണ്ടില്ല, ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസുമ്മേ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പീസ് വെച്ച് കൊടുത്തല്ലോ, അപ്പോൾ അതിന്മേൽ വെച്ചിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കാൻ. അപ്പോൾ പറ്റ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. ഇവിടെയും തന്നെ കറക്റ്റ് ആ ചതുരാക്കിയിട്ട് തന്നെ അതിന്മേൽ കൂടെ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടും ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തുമ്പുവശം ഈ ഒരു പതിച്ച് തയ്ച്ച് കൊടുക്കണ ഈ ഒരു ഇതിമ വേണം കേട്ടോ, ഈ ഒരു പീസുമ്മ വേണം നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കാൻ. നമ്മൾ നെയ്റ്റി തുണിയിൽ അല്ല കേട്ടോ, നമ്മളിപ്പോൾ വെച്ച ക്യാൻവാസ് വെച്ച തുണി ഉണ്ടല്ലോ, അതിന്മ വെച്ചിട്ടാണ് നമ്മൾ പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നിങ്ങൾക്കിത് കറക്റ്റായിട്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണില്ല, കാരണം ഒരുപാട് സ്റ്റിച്ച് വരുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതിന്മേക്ക് സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ പറ്റ വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കട്ടോ. ഈ ഒരു അങ്ങനെ വെച്ചിട്ട് മൊത്തമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിന്മേൽ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് അല്പം കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ സിബ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സിബ് റണ്ണർ സിബിൻ്റെ ആ ഒരു എന്താപ്പോൾ അതിന് പറയാൻ എനിക്കറിയില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അത് പെട്ടെന്ന് ഊരിപ്പോരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ചോ ഒക്കെ അല്പം താഴത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിബ് ഇതാ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിബ് ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അവിടെ സ്റ്റിച്ച് പിടിപ്പിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് ഇതാ ഇതേപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇനി നമ്മളിവിടെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡ് നെക്കിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റാണോ നോക്കണം കേട്ടോ. 2 നെക്കിൻ്റെ 2 ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു സൈഡ് തയ്ക്കാൻ തുടങ്ങാൻ. അല്ലെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഒരു സൈഡ് താഴ്ന്നിട്ടും ഒരു സൈഡ് പൊന്തിയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കറക്റ്റാക്കിയിട്ട് ഇനി നിങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുട്ട് സൂചിയോ എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തുടക്കക്കാരാകുമ്പോഴാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് ആയി തോന്നുക. നമ്മളിത് തയ്ച്ച് എക്സ്പീരിയൻസ് ആവും തോറും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഇവിടം വരെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ സിബ് നമുക്ക് അവിടെ തയ്ച്ച് പോരുമ്പോൾ സിബ് തുറക്കലും അടക്കലൊക്കെ ആകുമ്പോൾ അതിന്മേൽ തുന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സ്റ്റിച്ചാണെങ്കിലും ചിലപ്പോൾ പോരണമെന്നൊന്നും സാധ്യതയൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിച്ചും കൂടി അതിൻ്റെ മീതെ കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പം നമ്മളെ നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു തുമ്പ് ഭാഗം വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കണ്ടില്ല, നമ്മളെ നെക്കൊക്കെ ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ളൂ നമ്മളെ സിബ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, ഉള്ളും തന്നെ നന്നായിട്ട് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് തയ്ക്കട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു പട്ട വെച്ചെടുക്കണം. അപ്പോൾ പട്ട എങ്ങനെയാണ് വെച്ചെടുക്കണം നോക്കാം. അപ്പോൾ നമ്മൾ സെയിം കളറോ അല്ലെങ്കിൽ ഇതിന് മാച്ച് ചെയ്ത കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. നമുക്ക് പട്ട വെച്ചെടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിലേറെ നമുക്ക് കൂടുതൽ എടുക്കണം. 6 ഇഞ്ചിലേറെ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചൊക്കെ ഏറെ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പട്ടക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സൈഡിൽ നിന്നും വന്ന ബാലൻസ് തുണിയിൽ നിന്നും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 3 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു തുണിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര മതി നമുക്ക്? 3 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ലെങ്ത്തും. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് മടക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച്
വീതിയാണ് കിട്ടുക. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ലെവലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് മാർക്ക് ചെയ്തു 3 ഇഞ്ച് വീതിയും കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിത് 2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കഴിയും. ഇതേപോലെ 3 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് ലെങ്ത്തിലും ഉള്ള തുണി എടുത്തു. ഇനി നമുക്കിത് 2ആയിട്ട് മടക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ മുകൾ ഭാഗം 1 ഇഞ്ച് ഇതുപോലെ ചീത്ത വശത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നല്ല വശം തമ്മിൽ ഇതേപോലെ ചേർത്തിയിട്ട് 1/2 ഇഞ്ചിൽ നമുക്കിവിടെ ഒന്ന് തയ്ച്ചെടുക്കുക. കറക്റ്റ് നമുക്ക് ഇതേപോലെ 1.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക. 1.5 ഇഞ്ച് ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും. കാരണം നമുക്ക് ഒരേ ലെവലായി കിട്ടണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗവും താഴ് ഭാഗവും ഒക്കെ കറക്റ്റ് 1.5 ഇഞ്ച് നമ്മൾ ലെങ്ത്തിൽ വീതിയിൽ എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് നല്ല വശം പുറമേക്കാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല നമുക്ക് ഇവിടെ ക്ലോസ് ആയിട്ട് കിട്ടും. നമ്മൾ ആ മടക്കി കൊടുത്തിട്ട് താഴെ ഭാഗം ഓപ്പൺ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ക്ലോസ് ആയ ഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗം, അത് നമുക്ക് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ വെച്ചെടുക്കാം. വെച്ചെടുത്തിട്ട് നമ്മൾ താഴെ ചെയ്യേണ്ടത് നമ്മൾ ആ സിബിൻ്റെ ഓപ്പൺ ഉണ്ടല്ലോ, ഓപ്പണിൻ്റെ അല്പം കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം നെക്കിൻ്റെ ആ ഭാഗമൊക്കെ കറക്റ്റാണോ നോക്കുക. രണ്ടും ലെവലായിട്ട് കിട്ടണം. എന്നിട്ട് ഇതിമ്മ കൂടെ നമ്മൾ തയ്ച്ച് പോന്ന് ഇവിടെ വരെ നിർത്തി. നമ്മൾ സിബിൻ്റെ ഓപ്പൺ ഉണ്ടല്ലോ, ആ ഓപ്പൺ വരെ നിർത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള തുണി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ ചതുരാക്കിയിട്ട് മടക്കി കൊടുക്കുക. അല്ല നിങ്ങൾക്ക് കോണായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണായിട്ടും തയ്ച്ചെടുക്കുക. അപ്പോൾ കോണാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് 2 മൂലയിൽ നിന്നും ഇതേപോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കോണാക്കിയിട്ട് വെച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ കോണാക്കി വെച്ചെടുത്ത് നമുക്ക് കോണാകൃതിയിലും കിട്ടും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കോണാക്കിയിട്ട് ഇതേപോലെ നമ്മൾ അല്പം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ടൊന്ന് മടക്കുക. ഈ മൂലയിൽ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കോണായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യണത് ചതുരാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പം ഞാൻ ഈ ഒരു രീതിക്ക് തയ്ച്ച് പോരുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ ജിബിൻ്റെ ഈ താഴത്തുണ്ടാവും ഇതുപോലെ സ്റ്റീലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ. ഈ ഒരു ഭാഗത്തുമ്മേ നമ്മൾ സൂചി തട്ടുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സൂചി ഒടിഞ്ഞു പോകും. അപ്പോൾ അത് സെൻറ്ററിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തയ്ച്ച് പോന്നപ്പോൾ ആദ്യമേ സൂചി തട്ടിട്ടോ. അപ്പോഴാണ് ഞാനത് ഇത് വീഡിയോ എടുത്തപ്പോൾ ഞാനത് വിട്ടുപോയതാണ്. എൻ്റെ ഇതിൽ കുളർമയിൽ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളവിടെ തയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ എടുക്കലും അതും കൂടി ചെയ്തപ്പോൾ നമുക്ക് എവിടെയാണ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റീലിൻ്റെ ഭാഗം എവിടെയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ആ സ്റ്റീൽ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളെ സൂചി പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ കെട്ടിട്ട് തുടങ്ങിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അപ്പോൾ ഓരോ എഡ്ജ് ഭാഗത്തെത്തുമ്പോൾ ഓരോ മൂലഭാഗത്തെത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തണം കേട്ടോ. എന്നിട്ട് ആ സ്റ്റീലിൻ്റെ മുകളിൽ സെൻറ്ററിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ. നമ്മളെ സൂചി പൊട്ടിപ്പോരൂല കേട്ടോ, അതും കൂടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ അതിൻ്റെ മീതെ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നും കൂടി ഉറപ്പ് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ ആ സ്റ്റിച്ചുമ്പോൾ കൂടെ തന്നെ മീതെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബോറായിട്ട് തോന്നൂല. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ സിബ് വെച്ചെടുത്തു, അതിൻ്റെ മീതെ പട്ട വെച്ചെടുത്തു.
അപ്പോൾ ഞാൻ ഈ നൈറ്റി ഹാഫ് കോളർ നൈറ്റിയാണ് കേട്ടോ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാഫ് കോളർ ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ, എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഹാഫ് കോളറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് തയ്യലൊട്ടും അറിയാത്തവർക്ക് ഹാഫ് കോളർ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.